ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് അമൃത്സരി ചോലെ അല്ലെങ്കിൽ പിണ്ടി ചോലെ എന്നും ഇതിനെ പറയും. നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ഭട്ടൂരയുടെ കൂടെ കഴിക്കാൻ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ ഒരു ചോലെ കിട്ടാറില്ലേ, അതാണ് അമൃത്സരി ചോലെ അല്ലെങ്കിൽ പിണ്ടി ചോലെ. ഇത് കുറച്ചൊരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അമൃത്സരി ചോലെ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഒന്ന് കീറിയത്, തക്കാളി ചെറുതായി അരിഞ്ഞത്, സവാള അല്ലെങ്കിൽ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ചന കാബൂലി ചന വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വേവിക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. അമൃത്സരി ചോല ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാബൂലി ചന അല്ലെങ്കിൽ വെള്ളക്കടല രാത്രി മുഴുവൻ വെള്ളത്തിൽ സോക്ക് ചെയ്തു. എന്നിട്ടിപ്പോൾ കടല 1 കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല കൂട്ടി ചേർക്കണം. അതായത് ചുവന്ന മുളക്, ബിരിയാണി ഇല, പട്ട, കറുത്ത ഏലക്ക, പിന്നെ ചായപ്പൊടി. ഇത്രയും ഞാൻ ഈ ഒരു കഷ്ണം തുണിയിൽ, തിരിത്തുണി എടുത്താൽ മതി, അതിൽ നമുക്കിത് കെട്ടിയിട്ട് കുക്കറിൻ്റെ അകത്ത് ഇടണം. അപ്പോൾ ഞാനിതൊന്ന് കെട്ടട്ടെ. അപ്പോൾ ഞാൻ ഈ മസാലകളൊക്കെ ഒരു കെട്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടാം. ഇനി ഇങ്ങനെ കെട്ടാൻ നിങ്ങൾക്ക് തുണി ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീ ബാഗ്, കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ടീ ബാഗ് ഇട്ടിട്ട് ബാക്കി മസാലകൾ ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ ഇട്ടോളൂ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ തിരിത്തുണിയിൽ എല്ലാം കൂടെ കെട്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെക്കാം. ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ബിരിയാണി ഇല 2 എണ്ണം, ചുവന്ന മുളക് 2 എണ്ണം, കറുത്ത ഏലക്ക അല്ലെങ്കിൽ ബഡി ഇലായച്ചി എന്ന് പറയും, അത് 1 എണ്ണം, ജീരകം, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ സഹജീര, ഷാഹി ജീര എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം, കാരവേ സീഡ്സ്, അത് വേണം. പിന്നെ ഇത് മാതള നാരങ്ങയുടെ സീഡ്സ് ആണ്, ഉണക്കിയത്. അനാർദാന എന്ന് പറഞ്ഞ് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും, അത് 1 ടേബിൾ സ്പൂൺ. ഇത് കൂടാതെ ഉപ്പ് ആവശ്യത്തിനും നെയ്യും എണ്ണയും ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കി തുടങ്ങാം. അടുപ്പത്ത് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യും എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഹൈ ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഹൈ ഹീറ്റിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ബിരിയാണി ഇല, ചുവന്ന മുളക്, കറുത്ത ഏലക്ക ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കിട്ടുമ്പോൾ ജീരകം, ജീരകം ഒന്ന് കുക്കാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ബ്രൗൺ ആവാൻ പാടില്ല, ഒന്ന് കുക്കാവേ പാടില്ല. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഇത് നല്ലോണം ഇളക്കണം. ഹീറ്റ് ഹൈ ആയിരിക്കണം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അടുത്ത് തന്നെ റെഡി ആക്കി വെക്കുക. എന്താ വെച്ചാൽ നമ്മളത് പെട്ടെന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഉള്ളി ഒന്ന് ബ്രൗൺ ആവട്ടെ. ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. വല്ലാണ്ട് ബ്രൗൺ ആവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആവുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഒന്ന് തീ കുറയ്ക്കുക.
എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും ചേർക്കുക. ഇനി ഈ മസാല ഒന്ന് നല്ലപോലെ കുക്കായി എണ്ണ പുറത്തേക്ക് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മസാല നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കടല വറുക്കുമ്പോൾ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള മൊത്തം ഉപ്പും ഇതിലേക്ക് ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ തക്കാളി ചേർക്കാം. തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നല്ലപോലെ സോഫ്റ്റായി എണ്ണ പുറത്തേക്ക് വന്നു. മസാല റെഡിയാണ്. ഇപ്പൊ നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഇനി ഹീറ്റ് അല്ലെങ്കിൽ അടുപ്പ് മീഡിയം ഹീറ്റിലേക്ക് മാറ്റുക. കടല വേവിച്ചതും അതിൻ്റെ വെള്ളവും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കടല ഇതിലേക്ക് ആഡ് ചെയ്യാം. മസാലയിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്യണം. നമ്മൾ കടല പ്രഷർ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മസാലയുടെ ഒരു കെട്ടിട്ടുണ്ടായിരുന്നില്ല, അത് എടുത്ത് കളഞ്ഞിട്ട് ആ വെള്ളത്തിൽ തന്നെ കടല ഇരുന്നോട്ടെ. ഇത് ആഡ് ചെയ്യാൻ സമയമാകുമ്പോൾ മാത്രം അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ കടല ഡ്രൈ ആവും. ഒരു 5-6 മിനിറ്റ് ഇത് നല്ലപോലെ മസാലയിലിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയും സാജീര അല്ലെങ്കിൽ ഷാഹി ജീരയും ആഡ് ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞ മാതളനാരങ്ങയുടെ കുരു അല്ലെങ്കിൽ അനാർദാന നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ പുളിപ്പ് ഈ ഡിഷിന് കൊടുക്കും. അതിന് വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നത്. അനാർദാന പൗഡർ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്, അത് ഉപയോഗിച്ചാലും മതി. അപ്പൊ ഞാനിത് ആഡ് ചെയ്യാൻ പോവാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഈ കടല കുക്ക് ചെയ്ത വെള്ളം ആഡ് ചെയ്യാം. ഈ ഡിഷിന്റെ പ്രത്യേകത പറയണ തന്നെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരണം. അതിനാണ് നമ്മൾ ഇതിൽ ചായ ഇട്ട് തിളപ്പിക്കുന്നത്. ചായയുടെ ഇല ഇട്ട് തിളപ്പിക്കുന്നത് ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലേക്ക് ഒഴിച്ചു, അതിൽ വേവിച്ച വെള്ളം ഒഴിച്ചു. ഇനി ഇത് മീഡിയം ഹീറ്റിലാണ് ഇരിക്കുന്നത്. ഇതിൽ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ചും കൂടി സാധാരണ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് മതിയെന്ന്. ഇനി ഒരു മാഷർ എടുത്തിട്ട് കുറച്ച് കടല ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ മാഷ് ചെയ്യരുത്, കുറേശ്ശെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. അത് ഗ്രേവിക്ക് കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മാഷ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 2-3 മിനിറ്റ് നല്ലോണം തിളച്ചോട്ടെ. അപ്പോൾ ഇത് തിളച്ച് ഞാനിത് ഓഫ് ചെയ്തു. ഗ്രേവി നല്ലപോലെ തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അമൃത്സരി ചോല റെഡിയായി. അമൃത്സരി ചോല റെഡിയായി. ഇത് ബട്ടൂരയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.